എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പ പുഴുങ്ങിയതും കേരമുളകിട്ടതും. അതിനു വേണ്ടിയിട്ട് കപ്പ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിവിടെ മൺകലത്തിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കേരമുളകിടാനുള്ളത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി, ഇനി ഇതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തു. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഈ ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്തത്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുത്തു. അപ്പോൾ പുളി ചേർക്കുമ്പോൾ കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും പിന്നെ നമ്മുടെ കേര ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഈ ഒരു പരുവത്തിലെടുത്തത്, പിന്നെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരപ്പൊക്കെ ഈ മീനിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ കയ്യിലിങ്ങനെ തളിച്ചു കൊടുക്കുന്ന രീതിയിലുള്ളത് മതി, അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇതിങ്ങനെ വറ്റിയ പരുവത്തിലാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു മൂടി വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കേര മുളകിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 മുളക് മൊരിച്ചിടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മൊരിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി കേര മുളകിട്ടത് റെഡിയായി. ഇനി നമുക്ക് കപ്പ വെന്തോ നോക്കാം. അപ്പോൾ നമ്മൾ ആ കേര റെഡിയാക്കുന്നതിനിടയിൽ നമ്മുടെ കപ്പയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളുടെ കേര മുളകിട്ടത് വെച്ച് കൊടുക്കാം.
അപ്പം നമ്മുടെ കപ്പ പുഴുങ്ങിയതും കേര മുളകിട്ട് വറ്റിച്ചെടുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം കൂട്ട്.